ഹായ് ഓൾ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടാട്ടോ. അതിൻ്റെ മുന്നേ വീഡിയോ എടുത്തിനു, അതെനിക്ക് ഇടാനൊരു മൂഡില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ എടുക്കാത്തത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വന്ന സമയത്ത് നമ്മളെ ബസ്സിൽ നിന്ന് ആക്സിഡൻ്റ് ആയിട്ടോ കൊണ്ടോട്ടിന്ന്. അപ്പോൾ മോനിന് ചെറുതായിട്ട് നെറ്റിയിലൊക്കെ ചെറിയൊരു പരിക്ക് പറ്റി. പിന്നെ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ വോയിസ് ഓവർ കൊടുക്കുക കേട്ടോ. ഇതിൽ വോയിസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിരുന്നു, ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഭയങ്കര പാട്ടും സൗണ്ടും ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇറച്ചിപ്പത്തിരിനു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റിസക്കും റയ്യാനക്കും പപ്സോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത ഇറച്ചിപ്പത്തിരി നല്ല എരിവുള്ളതുകൊണ്ട് എനിക്കത് ഇഷ്ടമായില്ല കേട്ടോ, ഭയങ്കര എരിവിനു. അപ്പോൾ ഞാനത് ഇക്കാക്ക് കൊടുത്തു. പിന്നെ ഞാൻ പപ്സ് ഒഴിച്ചു കേട്ടോ. പപ്സ് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലൈമേനു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് ബസ് കിട്ടി, ബസ് കയറിയിരിക്കുകയാണ്. നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. മൂത്താപ്പാൻ്റെ വീട്ടിൽ അങ്ങോട്ട് പോവാട്ടോ. അവിടുന്ന് നമ്മൾ രാത്രി 1 മണിക്ക് ട്രെയിനിൽ പോകും കേട്ടോ. അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കണത്. അപ്പോൾ എന്താ പറയുക, കുറേ ദിവസത്തിന് ശേഷം ലോങ്ങായിട്ട് ബസ്സിൽ യാത്ര ചെയ്തിട്ടേ എന്തോ ഒരു ഇടങ്ങാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞേ, മോനൂന് നെറ്റിമേൽ ചെറിയൊരു പരിക്കുണ്ട്. ബസ്സിന് ലോറി വന്നിടിച്ച സന ബസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്തത്. അങ്ങനെ എന്താ പറയുക, ടെൻഷനായിപ്പോയി. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. അപ്പോൾ മൈസൂർ പോകുമ്പോൾ നമ്മൾ മംഗലാപുരം വരെ ട്രെയിനിലാണ് പോകണം കേട്ടോ. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് ബസ്സിന് പോവും. അപ്പോൾ ട്രെയിൻ യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാം, നിങ്ങൾക്കും കാണാമല്ലോ. പിന്നെ ഞാൻ നമ്മളെ കുടുംബക്കാരങ്ങനെ അതിൽ ഉൾപ്പെടുത്തില്ല കേട്ടോ. കാരണം ചില ആളുകൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടാവില്ല, ചിലവർക്ക് താല്പര്യം ഉണ്ടാവും. പക്ഷേ ഞാൻ ചോദിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് അല്ലേ? യമോളെ കയ്യിൽ ഇതാക്കണ ഒരു ബാഗ്, എങ്ങോട്ടേക്ക് യമോളെ കയ്യിലൊരു ബാഗ്. ഇവിടെയൊക്കെ ഫുള്ള് മാങ്ങ, നമ്മളവിടുത്തെ പോലെ തന്നെ ഇപ്പോഴും ഫുള്ള് മാങ്ങകളുണ്ട്. നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചേ. ഞങ്ങൾ മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടോ. ഞാൻ മേല് കഴുകാൻ വേണ്ടി പോവാണ്. ചുട്ടിട്ട് വയ്യ, തോർത്തുമുട്ടൊക്കെ കൊണ്ടുവന്നു. നമ്മൾ മേല് കഴുകിയിട്ട് ഫ്രഷ് ആയിട്ട് ഇവിടുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ 1 മണിയാകുമ്പോൾ പോകും. ഞാൻ ഫ്രഷ് ആയിട്ട് തരാം. അപ്പോൾ മുത്തുമണികളെ, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രഷായി പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. 11:33 സമയം. അപ്പോൾ ഈ ഡ്രസ്സിന് ഇട്ടിട്ടാണ് പോണത്. മോള് ഇതാ, പറയാനുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാനൊന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല, കാരണം എനിക്ക് തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പോണ വഴിക്ക് വീഡിയോസ് നല്ലതൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കും, ഇതിൽ ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പോവാം. ഇപ്പോൾ നമ്മൾ അവിടുന്ന് മൂത്താപ്പാൻ്റെ അവിടുന്ന് ഇറങ്ങിയിട്ടോ. മൂത്താപ്പാൻ്റെ പേരക്കുട്ടി തന്നെ കേട്ടോ നമുക്ക് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ ആക്കി തരുന്നത്. അപ്പോൾ നമ്മളങ്ങോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഫുഡൊക്കെ അവിടുന്ന് കഴിച്ചിട്ടോ നമ്മളെല്ലാവരും. മീൻകറിയും ചോറും ഒക്കെ കഴിച്ചു. പിന്നെ ട്രെയിന് കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇവിടുന്ന് മൈസൂരിൽ നിന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. കുറച്ച് ലേറ്റ് ആയിരുന്നു. 1:15 ശരിക്കും ട്രെയിന്, പക്ഷെ അത് 1:45 ട്രെയിൻ വന്നത്. കറക്റ്റ് 1:45 വന്നത്, കുറച്ച് ഡിലേ ആയിരുന്നു. അപ്പോൾ കുറേ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടോ. പിന്നെ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ലോങ് വീഡിയോസ് ഒന്നും ഉണ്ടായിട്ട് എന്തോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്തൊക്കെയൊരു മിസ്റ്റേക്ക് ഉണ്ട്, എനിക്ക് തന്നെ ഫീൽ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. പിന്നെ നമ്മളങ്ങനെ മൂത്താപ്പാൻ്റെ പേരക്കുട്ടി നമുക്ക് എല്ലാവർക്കും ജ്യൂസ് മേടിച്ചു തന്നു കേട്ടോ. ഞാൻ ഏതൊക്കെ വേണ്ട വെച്ചപ്പോൾ എനിക്ക് പിസ്ത മതിയായിരുന്നു കേട്ടോ. പിന്നെ ഇക്കയും പിസ്ത, റയ്യാനും പിസ്ത, റിസമോള് മാങ്ങ. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്.
ടിക്കറ്റ് എടുത്തിട്ട് ഇക്ക വരും. അപ്പോൾ ഗൈസ് നമ്മൾ 4ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ട്രെയിൻ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. ആദ്യം കുറേ നേരം നിന്നിട്ടോ, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. പിന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ മംഗലാപുരത്തെത്തി, ട്രെയിൻ ഇറങ്ങി. പിന്നെ ഇനി ഇവിടുന്ന് ബസ്സിന് പോവാട്ടോ മൈസൂർക്ക്. ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സമയം ക്ലിയർ ഇല്ലല്ലേ. ഗൈസ് നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയാട്ടോ. നമ്പറാണ് നമ്പർ. ഞാൻ ഇഡ്ഡലി ആട്ടോ പറഞ്ഞേ. റിസക്കും ഇഡ്ഡലി. റയ്യാനക്ക് എന്താ പറഞ്ഞേ? ഉഴുന്നുവട എത്ര? ഞാൻ വലിയ ആളെ പോലെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ പറഞ്ഞു. പക്ഷേ ഭയങ്കര എരിവ് കഴിഞ്ഞു, അതുകൊണ്ട് ഞാനത് തിന്നില്ല. പിന്നെ രണ്ടാമത് ഞാൻ ഇഡ്ഡലിയും ചട്നിയും മതി പറഞ്ഞു. ഇത് റയ്യാൻ്റെ കേട്ടോ, വടയും ചട്നിയും. അപ്പോൾ ഞാൻ മേടിച്ച 2 ഇതും കറികളിൽ നല്ല മുളകുണ്ട് കേട്ടോ, അതുകൊണ്ട് അത് ശരിക്കും കഴിക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ കുറേ അതിന്ന് ചട്നിയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടാണ് ഞാൻ എടുത്ത് കഴിച്ചത് കേട്ടോ. പിന്നെ പൈസ കൊടുത്ത് മേടിക്കണമല്ലേ, വേസ്റ്റ് ആക്കാണ്ട് എഴുതിയിട്ട് പിന്നെ എങ്ങനെയൊക്കെ കഴിച്ച്. നല്ല എരിവുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബസ് കിട്ടി കേട്ടോ. ഷീമുഖത്തേക്ക് ബസ് കിട്ടി. പിന്നെ ഇവിടെയൊക്കെ ബസ്സിന് നല്ല മാറ്റങ്ങളുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നുമല്ല, സീറ്റിനനുസരിച്ചാണ് ഇവർ പൈസ ഒക്കെ എടുക്കണത് കേട്ടോ. നമ്മളങ്ങനെ ഷീമുഖം സ്റ്റാൻഡിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് വേറെ ബസ് കയറിയിട്ട് പോവാണ്. ബസ് കിട്ടി, പോയി. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടോ. നമ്മൾ ബസ് ഇറങ്ങി. ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ളൂ. ബാക്കിൽ ഫുള്ള് കന്നഡത്തിൽ എഴുതിയിരുന്നു. ഞാൻ പറഞ്ഞിട്ടോ. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോകട്ടെ. എന്നിട്ട് ഞാൻ പറ്റുകയാണെങ്കിൽ അവിടുന്ന് വീട്ടിൽ കഴിയാൻ എടുക്കാം കേട്ടോ. മുത്തുമണികളെ, ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിലെത്തിയിട്ടോ. ഇവിടെ എത്തി. വെള്ളമൊക്കെ കുടിച്ച്, ജ്യൂസ് കുടിച്ച്, കുഴപ്പമൊന്നുമില്ല, റാഹത്തായിട്ടൊക്കെ അവിടെ ഇരിക്കണേ. റീസ അതവിടെ തരവാ. സിറ്റൗട്ട് കാണിച്ചു തരട്ടോ. സിറ്റൗട്ടിലൊക്കെ ഇതാട്ടോ സിറ്റൗട്ട് വരുന്നത്. ഇവിടേക്ക് ഞാൻ അങ്ങനെ വന്നിട്ടില്ല. ഇതിവിടെ ഒരു പുതിയ വീടെടുത്താൽ തോന്നുന്നുണ്ട്. ഇവിടേക്ക് ഞാൻ ആദ്യമായിട്ട് വരികയാണ്. അടക്കത മാങ്ങ കുന്ന് മല. ഞങ്ങളെല്ലാവരും ഈ സ്കൂട്ടിമ്മലാണ് എല്ലാവരും പാടെ വന്നത്. 3 ട്രിപ്പ് അടിച്ച് അങ്ങനെ വന്ന കേട്ടോ. അപ്പോൾ ഗൈസ് ഒന്ന് ഉറങ്ങി എണീറ്റ് ഫുഡ് കഴിച്ചിട്ടോ. ഫുഡ് കഴിച്ച് ഒന്ന് ഉറങ്ങി എണീറ്റതാ. ചായ കുടിക്കണു. നെയ്യപ്പം അമ്മായി ഉണ്ടാക്കി കേട്ടോ. നെയ്യപ്പം കഴിക്കട്ടെ. അപ്പോൾ ഗൈസ് ഇവിടെ ഓരോരുത്തർ വരലടങ്ങിട്ടോ. എല്ലാവരും വരലടങ്ങിയാണ്. എളാപ്പാരും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും ഒക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട്.
ഞാൻ വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്തുന്നില്ല, കാരണം താല്പര്യമില്ലെങ്കിലോ, അപ്പം അതുകൊണ്ടാട്ടോ. മുത്തുമണികളെ പുതണ്ണിന് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തതാണ്. നല്ല രസം കേട്ടോ മൈലാഞ്ചിയൊക്കെ. ഗുഡ് മോർണിംഗ് ഗായ്സ്. സൗണ്ടൊന്നുമില്ല, എണീറ്റ് കുറേ നേരമായി കേട്ടോ. പിന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ച് എല്ലാം കഴിഞ്ഞ് ചായ, ഇവിടെയൊക്കെ സാധാരണ ഈ സമയമാകുമ്പോൾ കാൽ ചായയും ബേക്കറി ഐറ്റംസൊക്കെ കഴിക്കുക. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഒക്കെയും കുട്ടികളെല്ലാവരും ഉറങ്ങുകയാണ്. ഞാനിവിടെ വ്ളോഗ് എടുക്കാമെന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ, അപ്പോൾ അത് മുഴുവനാക്കണമല്ലോ. അങ്ങനെ പിന്നെന്തൊക്കെ വിശേഷങ്ങൾ? ഇന്നിപ്പോൾ എല്ലാവരും വരും കേട്ടോ. ഇവിടെ അല്ലേ തന്നെ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട്, ഇനി എല്ലാവരും വരും. മഴയോട് ഇങ്ങനെ വർത്താനപ്പോഴേ ഒരാളതാക്കണം ഇവിടെ കൂടെ നടന്നു പോകുന്നത്. ആരെയും കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഒരാളതവിടെ ഇരിക്കണ്, ഒരാളതാ മതിൽമേൽ. ഇതാ ഒരാളെ വാല് മറ്റേ ഇതുമ്മ കാണുന്നത്. മാങ്ങ പറിച്ചാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. കണ്ടോ, കുരങ്ങ് ആ പോണു. ഒരാൾ ഈ സീലിംഗ് ഇതേമ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരാളവിടെ മാങ്ങ ഇരുന്ന് തിന്നാണ്. ചിലപ്പോൾ ഫോണൊക്കെ തട്ടി പറിച്ച് കൊണ്ടുപോകുന്നുള്ളാവുമല്ലോ. ആ പോണു. മറ്റേത് മാങ്ങ തിന്നണതാ, കണ്ടോ. ഇവിടെ നല്ല രസമാട്ടോ സ്ഥലം കാണാൻ, അടിപൊളി, നല്ല രസമുണ്ട് ഏരിയ കാണാൻ. റോഡ് വക്കിന് തന്നെ വീട്. അവിടെയൊക്കെ തക്കണു ഫുള്ള് കാടാട്ടോ, അങ്ങോട്ടേക്കൊക്കെ ഫുള്ള് കാടാണ്. ഞാൻ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. നല്ല രസമുണ്ട് ഇവിടുത്തെ വ്യൂ കാണാൻ, അടിപൊളിയാണ്, സൂപ്പറാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചിക്കൻ കറിയും, പിന്നെ ഇവിടുത്തെ ഒരു ഡിഷ് ഉണ്ടായിരുന്നു, പിണ്ടി എന്ന് പറയും, അതും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസമോക്ക് ഡ്രസ്സ് എടുക്കാണ്ട് പുറത്ത് പോയി. ഞങ്ങൾ റിസമോക്ക് ഒരു ഉടുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. സ്കൂട്ടിന് പോവാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്, ശങ്കരഘട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഷോപ്പ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. പോയി നോക്കട്ടെ. വയ്യ് എന്താ പറയുക, കട കണ്ടുപിടിച്ചാൽ പറ്റില്ല കേട്ടോ. ഞങ്ങൾ വന്ന വഴിക്ക് ഒരു ചെറിയൊരു കട കണ്ടിരുന്നു, അങ്ങോട്ട് തന്നെ തിരിച്ചിട്ടാണ്, അങ്ങോട്ട് പോവാണ്. പിന്നെ ഇവിടെ ആർക്കും അങ്ങനെ, ടൗണിൽ ആർക്കും അങ്ങനെ മലയാളം അറിയില്ല, കന്നഡത്തിൽ തന്നെ സംസാരിക്കണം. ജസ്റ്റ് അങ്ങനെ ഇപ്പോൾ തട്ടി മുട്ടിയിട്ടൊക്കെ അങ്ങനെ സംസാരിക്കുക, അത്ര തന്നെ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും അതൊക്കെ മറന്നുപോയില്ലേ. പിന്നെ അപ്പം ഇനി ആദ്യം കണ്ടുപിടിക്കാൻ തന്നെ പോവാണ്.
തപ്പി പിടിച്ച് കണ്ടു. ചെറിയൊരു കടയാണ്. രസമല്ലത്, വേറെ നോക്കാം. ഇഷ്ടു ആ താഴെ പോയി ചോദിച്ചാണോ? സ്മാളല്ലേ? നോക്കണുണ്ട്. അമ്മയോട് പോവാട്ടോ. ഡ്രസ്സ് കിട്ടിയതാ. ഉടുപ്പ് മാറിയിട്ടിപ്പോൾ ഒരു ബാഗി പാൻറ്റും ഒരു ടീഷർട്ടും എടുത്തു. അത് കൺഫേം ആക്കി. ഇനി നേരെ പെരി പോവാ, കുളിച്ച് ഫ്രഷ് ആവണം. ഇതൊക്കെ തന്നെയാണ് പണി. വേറെ വേറെന്തൊക്കെ നിങ്ങളൊക്കെ വിശേഷങ്ങൾ പറയും. കമന്റ് ചെയ്തിട്ടോ. ഇന്ന് രാത്രി നല്ല പൈസയാണ്. ഇന്ന് രാത്രി വീട്ടിൽ എത്താനായിട്ടോ. അവിടെ നല്ല അമ്പലത്തിൽ എന്തൊക്കെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തൊക്കെ മുട്ടും പാട്ടും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇനി അവിടെ പോയി ഫ്രഷ് ആവണം. റിസാനി ഇറങ്ങാനൊക്കെ ഒന്ന് കുളിപ്പിച്ച് കൊടുക്കണം. ഡ്രസ്സ് മാറ്റണം. ഞാൻ റിസാനി ഡ്രസ്സ് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. വലിയ സെലക്ഷൻ ഒന്നും ഇല്ല ഇവിടെ. വലിയ സെലക്ഷൻ ഒന്നുമില്ല, ചെറിയ സെലക്ഷനൊക്കെ ഉണ്ട്. വലിയ പൈസ ആയിട്ടില്ല. എത്ര 550 അങ്ങനത്തെ ആയിട്ടുള്ളൂ. അങ്ങനത്തെ ജീൻസിന് തന്നെ നമ്മളോട് നല്ല പൈസ കൊടുക്കണ്ടേ? ആ ഒരു ജീൻസിന് തന്നെ 500 സംതിങ് കൊടുക്കണം. ഇത് 2 ഡ്രസ്സ് വാങ്ങിന് ആകെ 2 ഡ്രസ്സ് പറഞ്ഞാൽ സെപ്പറേറ്റ് പാൻറ്റും ടീഷർട്ടും കൂടെ ആകെ 550 രൂപ ആയിട്ടുള്ളൂ. ഞാൻ ആ പാൻറ്റിന് അത്ര എന്നത് വിചാരിച്ചപ്പോൾ ശരി കുഴപ്പമില്ല. എത്തിയിട്ടോ വീട് എത്തിയ കാലത്ത്. ഇതല്ല കേട്ടോ വീട്, അതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് അമ്മേൻ്റെ വീട്. അത് അപ്പുറത്ത് ഗേറ്റ് തുറന്നു കൊടുക്കുന്നു. അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്, ലൈറ്റിൻ്റെ ഒക്കെ. അപ്പം അങ്ങനെ നമ്മൾ പോയി എത്തി. അതൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഞാനും കുറച്ച് മൈലാഞ്ചി ഇട്ടു. എൻ്റെ അപ്പുറത്തെ കയ്യിലുണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ചുകൊണ്ട് കാണിച്ചു തരാം. കാരണം ഇതിപ്പോൾ ഇട്ടിട്ടേ ഉള്ളൂ. മറ്റേ കൈത്ത് ഉണങ്ങിക്കണു. അപ്പോൾ മറ്റേ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണേ. നമുക്ക് ഇവിടെ ഉള്ള നമ്മളൊരു കുട്ടി ഇട്ട് തന്നാ കേട്ടോ മൈലാഞ്ചി. ഗായ്സ് ഞങ്ങളൊക്കെ ഇന്ന് മെഹന്തി നൈറ്റ് അല്ലേ, അപ്പോൾ ഞങ്ങളൊക്കെ മാറ്റി. എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാ കേട്ടോ. മൈലാഞ്ചി ഇതാ ഓർഗാനിക് ആയതുകൊണ്ട് രാത്രികൾക്ക് നാളേക്കൊക്കെ നല്ലോണം ചോക്കും. നല്ല രസമല്ലേ? ഈ എൻ്റെ മൈലാഞ്ചി കാണിച്ചെടുക്ക്. അപ്പുറത്തുണ്ട് ഈ എൻ്റെ മൈലാഞ്ചി. ഇതിൻ്റെ മൈലാഞ്ചിൻ്റെ ഇപ്പുറത്തുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇനി ഇവിടെ രാത്രി ചിലപ്പോൾ ഇടും, പറ്റുകയാണെങ്കിൽ ഇടും. ഇവിടെ മൈലാഞ്ചി കഴിഞ്ഞു കൊണ്ടു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇവിടെ ഉള്ള ആളുകൾ അധികം ഗോൾഡ് ഡ്രസ്സ് അതൊക്കെ നല്ലോണം ഇടും കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് ഗോൾഡ് പിന്നെ അങ്ങനൊന്നും ഇല്ല. ഉള്ള മാല കൊണ്ട് ഇത് ഇയൊക്കെ ഞാൻ പറഞ്ഞില്ല ഇവിടുന്ന് എടുത്ത ഡ്രസ്സാട്ടോ. പാൻറ്റും ടീഷർട്ടും ചെയ്യാം അങ്ങനെ. പിന്നെ ഇത് മറ്റേ ടൈപ്പ് ഷോളാട്ടോ. ഇതിന് പറയാം എന്തൊരു പേര് പറയാറിയില്ല. ആ ഷോള ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കാണുന്നുണ്ടോ? ഇതാട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. നാളെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാട്ടോ കല്യാണം. പിന്നെ എന്താ പറയുക ഞാൻ ഐബ്രോ ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ വരച്ചത്. പക്ഷെ കട്ടി കൂടിയോ എന്നൊരു ഡൗട്ട്. കട്ടി കൂടിയിട്ടൊന്നുമില്ല, കുറച്ച്. പിന്നെ മേക്കപ്പ് അധികം ഓവറായിട്ടില്ല. ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടുണ്ട്. കണ്ണ് എഴുതിയിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ.
പിന്നെ അവിടെ താഴത്താണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ രാത്രി ബുർദ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ മൈലാഞ്ചി രസമുണ്ട് ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ മൈലാഞ്ചി. നല്ല മണമുണ്ട്, ഓർഗാനിക് ആയതുകൊണ്ട് നല്ല മണമുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് മെഹന്തി ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട്. ഇവിടെ ഇതിന് അതിന് മാത്രം റേറ്റ് ഒന്നുമില്ല ഗൈസ്. 295 അങ്ങനെ എന്തോ ആണ് കേട്ടോ ഈ ഡ്രസ്സിൻ്റെ റേറ്റ്. വലിയ റേറ്റ് ഒന്നുമില്ല, ചെറിയ റേറ്റ് ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ കാണാൻ? രസമുണ്ട് ഗൈസ്. രസമുണ്ടെങ്കിൽ ഡ്രസ്സ് രസമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. അവിടെ കേട്ടോ മെഹന്തി, ഞാൻ അവിടെ താത്താരി ഇരിക്കുന്നുണ്ട്, അതാട്ടോ. ഞാൻ ഫുഡ് കഴിക്കണ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല, കാരണം ഇരുട്ടേനു ചെറിയ വെളിച്ചത്. കാരണം ഉസ്താദുമാരവിടെ ബുർദ എല്ലാം എടുക്കുന്നത് കേൾക്കണില്ലേ, ബുർദ. അപ്പോൾ അതിനിടയിൽ കൂടി ഫുഡ് കഴിച്ചു, ഇതൊക്കെ കൊടുത്തു, റയ്യൻ കൊടുത്തു. ഇത് വേറൊരു മാലയിട്ടാ, ഫാൻസിയാണ്. ബുർദ നടന്നുകൊണ്ടിരിക്കണ ആ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കണില്ല, ചെറുതായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കണു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷം. ഞാനിത് ചിലപ്പോൾ രണ്ട് വീഡിയോ കറക്റ്റ് ചെയ്യാം. പിന്നെ ചോന്ന് വരുന്നുണ്ട്, 2 പാർട്ടായിട്ടൊക്കെ. ഒന്ന് കല്യാണ തലേ ദിവസം, പിന്നെ ഒന്ന് നമ്മൾ വന്ന് അന്നത്തതും, പിന്നെ ഇതൊന്ന് കല്യാണത്തിൻ്റെ, അങ്ങനെ ഇട്ടോ ഞാൻ ചെയ്യാം. പക്ഷെ അതങ്ങനെ വിചാരിക്കുന്നുണ്ട്. പൈസ അവിടെ മൈലാഞ്ചി